എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വിത്തൗട്ട് പ്രാക്ടീസ് ഈവൻ ദ ബെസ്റ്റ് വിൽ ലൂസ്. അതായത് പ്രാക്ടീസ് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്ര കഴിവുള്ള ഒരു വ്യക്തിയാണെങ്കിലും ഒരു പ്രസ്ഥാനമാണെങ്കിലും അത് തോറ്റുപോവുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും അതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് പറയുന്നത് നോക്കാം. ഇപ്പോൾ ഇവിടെ പറയുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഒരു ക്രിക്കറ്റ് ടീമിനെ കുറിച്ചാണ്. ഒരു രാജ്യത്തെ ഒരു ക്രിക്കറ്റ് ടീം വളരെ പ്രസിദ്ധമായിരുന്നു. ആ ഒരു കാലയളവിൽ ശരിക്കും പറഞ്ഞാൽ അവരെ തോൽപ്പിക്കാനായിട്ട് ഈ ലോകത്ത് ആരും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ അവർ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് മറ്റൊരു രാജ്യത്ത് ഒരു സീരീസ് മാച്ച് കളിക്കാനായിട്ട് പോയി. ആ സീരീസ് മൊത്തം അവർ തോറ്റു. എന്നുവെച്ചാൽ വളരെ പരിതാപകരമായ ഒരു തോൽവിയായിരുന്നു അവരുടെ. അപ്പോൾ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് വന്നു. അപ്പം ഇവർക്ക് മാത്രമല്ല, ഇവർ ജയിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരുപാട് ആളുകൾക്ക് ഭയങ്കര വിഷമമായി പോയി ആ ഒരു സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ തിരിച്ച് അവർ വന്നതിന് ശേഷം അവർ നാട്ടിൽ വന്ന് എന്തുകൊണ്ട് അവർ ഈ ഒരു രീതിയിൽ തോറ്റു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ മനസ്സിലായ ഒരു പോയിന്റ് ഇതാണ്: അവർ വേണ്ടത്ര പ്രാക്ടീസ് ചെയ്തിരുന്നില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ചെറിയ രീതിയിൽ ഒരു അഹങ്കാരമായി തുടങ്ങി. ഞാനാണ്, അല്ലെങ്കിൽ ഞങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും മികച്ച ഒരു ടീം, ഞങ്ങളെ തോൽപ്പിക്കാനായിട്ട് ഈ ലോകത്ത് ആരുണ്ട് എന്ന് അവർ ചിന്തിച്ചു. അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം പ്രാക്ടീസിന് ചിലവഴിക്കുന്ന സമയം കറങ്ങി നടക്കാനും അതേപോലെ തന്നെ പല പരിപാടികളും പല ഫംഗ്ഷനൊക്കെ പോകാനായിട്ട് ആണ് അവർ കളഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ ചെന്ന് വളരെ വലിയ രീതിയിൽ അവർക്ക് തോക്കേണ്ടി വന്നു. ഇതൊരു ടീമിന് മാത്രമല്ല, ഒരു വ്യക്തിക്കാണെങ്കിൽ പോലും വളരെയധികം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് തോന്നുകയാണ് നമ്മൾ ഏറ്റവും കഴിവുള്ള ഒരു വ്യക്തിയാണ്, ആയിരിക്കാം ചിലപ്പം. പക്ഷേ അത് സ്ഥിരമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴേക്ക് വരാനും ഒരു സാധ്യതയുണ്ട്. അപ്പം ചാണക്യൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളോട് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അഭ്യാസം എന്ന് പറയുന്നത് ഒരു കാരണവശാലും നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്താണോ പഠിച്ചത് അതിനെ അഭ്യസിക്കുക എന്നുള്ളത്, എന്ന് വെച്ചാൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മളത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് പ്രത്യേകിച്ച് വീണ്ടും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നിരന്തരമായിട്ട് സ്ഥിരമായിട്ട് തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ശീലിച്ചു കഴിഞ്ഞാൽ അതും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. അപ്പം നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ചാമ്പ്യനായിട്ട് അവിടെ മാറുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഒരു പ്രയോജനത്തിന് വേണ്ടി മാത്രമല്ല ഇവിടെ പറയുന്നത്. ഒരു പ്രസ്ഥാനമാണെങ്കിലും ആ പ്രസ്ഥാനത്തിലുള്ള വ്യക്തികൾ ചില കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പ്രസ്ഥാനം മൊത്തമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒന്നിച്ച് തന്നെ ഒരു കൂട്ടായ്മയായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. നമുക്കറിയുന്ന എല്ലാ കാര്യങ്ങളും പരിശീലിക്കുകയും അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.